മെയ് 10 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ അവസാനം സ്വതന്ത്രൻ എന്ന തലക്കെട്ടോടു കൂടിയാണ്. 5ാമത്തെ പടിയുടെ ലേഖനത്തിലെ ഭാഗമാണ്. എൻ്റെ കുറവുകൾ വേറൊരാളോട് ഞാൻ പറയുമ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കീഴ്പ്പെടുക എന്ന ആ സ്വഭാവം തന്നെയാണ്. അവിടെ ചെറുതായിട്ടൊരു എളിമ നമുക്ക് ഉണ്ടാവും. വളരെ അധികം തെറ്റിദ്ധരിക്കപ്പെട്ട പദമാണ് എളിമ. എളിമ ഉണ്ടാകണം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ ഒന്നും കഴിവില്ലാത്തവരായി മറ്റുള്ളവർ പറയുന്നതെല്ലാം അനുസരിക്കുന്ന, എന്ത് പറഞ്ഞാലും ഒന്നും എതിർത്ത് പറയാനോ അല്ലെങ്കിൽ സ്വന്തമായ അഭിപ്രായങ്ങളോ ഇല്ലാത്ത ഒരാളായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ നിന്ന് സല്യൂട്ട് അടിക്കുന്ന, അമിതമായിട്ട് അവരോടൊക്കെ പുകഴ്ത്തി പറയുന്ന, ഇതൊക്കെയാണ് എളിമ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുക. അമിതമായിട്ട് എളിമപ്പെടുന്ന ഒരു സ്വഭാവവും നമ്മൾ ചില ആളുകൾ കാണിക്കാറുണ്ട്. നമ്മളും തെറ്റിദ്ധരിക്കുക അങ്ങനെ ഒക്കെ ആയിത്തീരലാണ് യഥാർത്ഥ എന്നൊക്കെ. പക്ഷെ പ്രോഗ്രാമിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാവും എന്താണ് എളിമ, നമ്മൾ ആരാണ്, എന്താണ് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ തിരിച്ചറിവാണ്. ഞാനൊരു മദ്യാസക്തനാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. എനിക്ക് ഈ ഭൂമുഖത്ത് മറ്റുള്ളവരെ പോലെ ജീവിക്കണം, അതിലേക്ക് മദ്യം കടന്നു വരരുത്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വേറെ ഞാൻ ആരെ എന്ന മറ്റ് ശങ്കരനും ബുദ്ധനും എല്ലാം ചോദിച്ച ആ ചോദ്യത്തെക്കുറിച്ചല്ല എന്നോട് ആൽക്കഹോളിക്സ് അനോണിമസ് പറഞ്ഞു, നീ ആരാ, നീ ഒരു കള്ളുടിയനാണ്. ഏറ്റവും പ്രധാനമായിട്ട് നിനക്ക് കള്ള് നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല, നിന്റെ ജീവിതത്തിൽ പല പ്രശ്നമുണ്ട് കള്ളുടിക്കാത്തപ്പോൾ. വളരെ സിമ്പിളായിരുന്നു. അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ട്. വീണ്ടും മദ്യം കടന്നു വരാനുള്ള സാധ്യതകളുള്ള സ്ഥലത്തെക്കുറിച്ച് അറിയണം. എനിക്ക് എന്തായി തീരാൻ പറ്റും? പല കാര്യങ്ങളും എനിക്ക് അത്ര എളുപ്പത്തിൽ നടക്കാൻ പറ്റില്ല. ആഗ്രഹമൊക്കെ ഉണ്ടാവും, ഞാൻ ചാടി പുറപ്പെടും. ചങ്കരം തെങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ സ്വഭാവം എനിക്കുണ്ട്. അതാണ് ഞാൻ എന്തായി തീരാൻ എന്നുള്ളതിനെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ട്. അത് മാറ്റണം. അത് ദുർബലത അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവണം. എന്തായി തീരാൻ കഴിയും എന്നതിനെ പറ്റി എനിക്കത് മാറ്റി തീർക്കണം എന്നുള്ള ആഗ്രഹം ആത്മാർത്ഥമായിട്ടുണ്ട്. പക്ഷെ അത് എളുപ്പമല്ല എന്നല്ല, എനിക്ക് അതിനുള്ള കുഴപ്പങ്ങൾ എന്താണ്, ആ ശ്രമത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ ഇല്ലാത്ത സംഭവങ്ങൾ കാട്ടിക്കൂട്ടി മറ്റുള്ള ആളുകളെ നല്ല പദങ്ങളും അല്ലെങ്കിൽ സുഖകരമായി സുഖിപ്പിക്കുന്ന രീതിയിൽ വർത്താനം പറയുന്നതിനെ അല്ല എളിമ എന്ന് പറയുന്നത് എന്ന് ഏടെ പ്രോഗ്രാം മനസ്സിലാക്കി തന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എളിമയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുറവുകളുടെ തിരിച്ചറിവ് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. ആദ്യം എനിക്ക് ഇന്ന കുറവുകളുണ്ട് എന്നത് ഞാൻ തിരിച്ചറിയണം. പ്രധാനമായിട്ടും ഞാൻ എൻ്റെ കുറവ് തിരിച്ചറിയാത്തടത്തോളം കാലം എനിക്കത് നേരെയാക്കാൻ പറ്റാറില്ല. പലപ്പോഴും പലരും സൂചിപ്പിച്ച ദേഷ്യം വരുന്നത് അതുകൊണ്ടാണ്. മീറ്റിങ്ങിൽ വേറുള്ള ആളുകളുടെ കുറവുകളൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞിട്ട് അവരെ നേരെയാക്കാനൊക്കെ ആയിട്ട് ചിലപ്പോൾ ഈ കുറവുകളൊക്കെ അങ്ങോട്ട് അവരെ ശരിയാക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഷെയർ ചെയ്യും. ബുദ്ധിപൂർവ്വം ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം എന്താ പറയുക, അവരവരുടെ കുറവ് കണ്ടെത്താൻ പറ്റില്ല. അയാൾക്ക് മനസ്സിലായിട്ട് പോലും ഉണ്ടാവില്ല ഞാൻ ആരെ കുറിച്ചായി പറയണമെന്നുള്ളത്. അപ്പം എനിക്കത് വേറെ ആദ്യം ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ കുറവ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ശരിയല്ല, മറ്റുള്ളവർ ശരിയാകണം, മറ്റുള്ള ആളുകൾ, ഞാൻ സ്വയം അനോണിമിറ്റി ഒക്കെ ലംഘിക്കുക, ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുക, ഗ്രൂപ്പുകളിലൊക്കെ ഇട്ടിട്ട് മറ്റുള്ള ആൾക്കാരോട് അയ്യോ അനോണിമിറ്റി നോക്കണേ എന്ന് പറയുന്ന സ്വഭാവമൊക്കെ എനിക്ക് ഉണ്ടാവുമ്പോൾ ഞാൻ പരിശോധിക്കണം. എൻ്റെ കുറവുകൾ തിരിച്ചറിയില്ല. മീറ്റിങ്ങിൽ ഞാൻ 1.5 മണിക്കൂറിന് സംസാരിക്കുക, ഷെയറിങ് കിട്ടിയ, എന്നിട്ട് പറയാം എല്ലാവരും നിങ്ങൾ കെയർ ചെയ്യണേ, മറ്റുള്ള ആൾക്കാർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കണേ എന്ന് പറയുന്ന സ്വഭാവം. മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിട്ട് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഓൺലൈനിലൊക്കെ ആ സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം ഇത് എൻ്റെ തെറ്റുകളും എൻ്റെ കുറവുകളും എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുക, മറ്റുള്ളവരുടെ ഇൻവെൻ്ററി എടുക്കുക, എന്നിട്ട് പറയുക നീ നിൻ്റെ പരിശോധന നടത്തുന്ന വീണ്ടും പറയുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വ്യക്തിത്വമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഒട്ടും കുറവ് തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ് വേറൊരു സംഭവം. അപ്പോൾ അതുകൊണ്ട് എന്നോട് പ്രോഗ്രാം പറയുന്നത് നീ നിൻ്റെ കുറവ് കാണുക, നന്നായിട്ട് നോക്കുക നിന്നിലേക്ക്. നല്ല രസമാണ് അത്. മറ്റുള്ള ആൾക്കാരുടെ കുറവ് കാണുന്നതിന് പകരം നീ നിൻ്റെ കുറവുകൾ കാണുക. കാരണം നീ അറിയാത്രത്തോളം കാലം നിനക്കതൊന്നും ശരിയാക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നീ നിന്റെ കുറവുകൾ കാണുക, അത് ശരിയാക്കാനുള്ള മനസ്സുള്ളവനായിട്ട് മാറുക. അതാണ് പ്രോഗ്രാം. അല്ലെങ്കിൽ നിനക്ക് എന്നും പരാതിയും പരിവട്ടമാണ്. ഈ ലോകവും ഈ ലോകത്തിലെ ആളുകളും എന്നും തെറ്റുകാരായിട്ട് നിനക്ക് മാറും. ഏതായാലും നിനക്ക് പരിശീലിക്കാൻ പറ്റും പരാതികളില്ലാതെ. 1.5 മണിക്കൂർ ഒരാളോട് സംസാരിക്കുമ്പോൾ മുഴുവൻ കുറ്റം പറയേണ്ട അവസ്ഥ വരും. ഇതിൻ്റെ കുഴപ്പം എന്താണ്?
ഈ കുറ്റം പ്രോത്സാഹിപ്പിക്കുകയും കുറ്റം ഇഷ്ടപ്പെടുന്ന മറ്റൊരാളെ, നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത് അയാളെ ഇഷ്ടമുള്ള ആൾ കേട്ടിരിക്കും. പക്ഷെ നമ്മളെ നശിപ്പിക്കുന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല, അത് ഒരു സംശയമില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു സമാധാനമില്ല. എന്താ ഈ സമാധാനം ഇല്ലാത്തതിന്റെ കാരണം ഇതാണേ. എന്നും പ്രശ്നം, മറ്റവൻ ശരിയല്ല, ഇവൻ ശരിയല്ല, അവരിങ്ങനെയാ പോകുന്നത്, ഏടെ പ്രോഗ്രാം ഇവർ പ്രാക്ടീസ് ചെയ്യുന്നില്ല. എന്തിനപ്പം ഞാനിതൊക്കെ നോക്കണം? ഞാനല്ല ഡയറക്ടർ എന്ന് മൂന്നാമത്തെ പടിയിൽ ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ മറ്റുള്ളവരെ ശരിയാക്കേണ്ട കാര്യമില്ലല്ലോ. മറ്റുള്ളവർ ഇൻവെൻ്ററി അത് ഞാൻ മാറുക എന്നാണ്. എൻ്റെ കുറവ് തിരിച്ചറിയുക. എനിക്ക് എളിമില്ല, ഒരു മീറ്റിങ്ങിൽ പരമാവധി പൂർണ്ണമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവർ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഞാനാണ് ഏറ്റവും വലിയ നേതാവ്, എല്ലാ അറിവാളി എന്നുള്ള തോന്നൽ എനിക്കുണ്ട്. ഇതൊക്കെ ഞാൻ അറിയണം. മറ്റുള്ളവരുടെ പേര് പറഞ്ഞ് ഷെയർ ചെയ്യുക, മറ്റുള്ളവരുടെ കുറ്റങ്ങളും അവരുടെ കാര്യങ്ങളും നോക്കുക, ഇതെല്ലാം മാറ്റം വരുത്തേണ്ടത് ഞാനിക്കാണ്. അതല്ലാതിരിക്കുന്ന കാലം എനിക്ക് സന്തോഷവും സമാധാനവും കൃത്യമായിട്ട് ഉണ്ടാവില്ല എന്നുള്ള 5ാമത്തെ പടിയിൽ അവിടെയാണ്. ഞാൻ എൻ്റെ കുറവ് തിരിച്ചറിഞ്ഞ് പറയണം. അടുത്ത സത്യസന്ധത എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ പോലെയല്ല അവനവൻ്റെ കുറവ് തിരിച്ചറിയുക എന്നുള്ള ബോധ്യം ഉണ്ടാവുക. എനിക്ക് കുറേയൊക്കെ ചെയ്യാനുണ്ടെന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. 4ാമത്തെ പടിയിൽ എന്നെക്കുറിച്ചുള്ള കൃത്യമായ കണ്ടെത്തൽ ഞാൻ നടത്തിയിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് എനിക്ക് സത്യസന്ധത, സഹിഷ്ണുത ഇതില്ല എന്ന ബോധ്യം ഉണ്ട്. സത്യസന്ധത പുറത്താൻ എളുപ്പമല്ല, സഹിഷ്ണുതയും തീരില്ല. എന്നെക്കുറിച്ച് പറയാത്തിടത്തോളം കാലം മാത്രമേ ഉള്ളൂ ഈ സഹിഷ്ണുത. എന്നെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ വൈകാരികത, എൻ്റെ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെട്ട പരിപാടി കഴിഞ്ഞവിടെ. വ്യക്തി മഹത്വത്തിൻ്റെ, തെറ്റിദ്ധാരണകളുടെ, ആത്മാനുകമ്പ, ഇതിലെല്ലാം നമ്മൾ ചുറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ എന്തൊക്കെയോ ആണ് എന്നുള്ള ബോധ്യം, ഒന്നില്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ ആണ് എന്ന് പറഞ്ഞാൽ എനിക്ക് അണികൾ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും നേതാവിനെ പിടിച്ചിട്ട് ആ നേതാവ് പഴമക്കാരനാണ്, വാർപ്പ് മാതൃക എന്ന് പറഞ്ഞിട്ട് അയാളെ പൊക്കി അടിച്ച് നടക്കുക, ബാക്കിയുള്ളവർ അയാളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ തെറ്റിക്കഴിഞ്ഞാൽ അയാളെ താത്തില്ല. അതിന്റെ പിന്നാലെ പോകുന്നതിന് കാരണം എനിക്ക് ഈ വ്യക്തിമഹത്വം എനിക്കും ആഗ്രഹമുണ്ട്. അങ്ങനെ കുറേ തെറ്റിദ്ധാരണകൾ, സ്വയം സഹതാപം, ഇതിനെല്ലാം മാറ്റി തീർക്കണം. ആ മാറ്റി തീർക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ മാറ്റത്തിനുള്ള തയ്യാറെടുപ്പ് ആദ്യം ബോധ്യം ഉണ്ടാവണം. ഇപ്പൊ ഇതെല്ലാം തിരിച്ചറിഞ്ഞു 4ാമത് പടി ചെയ്തു എന്നതിനൊക്കെ അർത്ഥം നമുക്ക് എളിമ ഉണ്ടായി എന്നൊന്നായിരുന്നില്ല. അത് പിന്നീട് എനിക്ക് മനസ്സിലായി. കാരണം ഇങ്ങൻ്റെ കുറവുകൾ അവിടെ തന്നെ ഉണ്ട്. ഞാനിതൊക്കെ പടികളിലൂടെ കണ്ടെത്തി എന്ന് പറയുന്ന അർത്ഥം ഞാൻ അങ്ങോട്ട് മാറ്റം വന്ന് പുതിയ മനുഷ്യനായിട്ടൊന്നല്ല. ഇന്നും ആ പഴയ സ്വഭാവമുള്ള എല്ലാ വൃത്തികെട്ട സ്വഭാവങ്ങളുള്ള മനുഷ്യൻ തന്നെയാണ്. മാത്രമല്ല വികാരങ്ങളെ ഇല്ലാതെ ആക്കലും ആയിരുന്നില്ല പ്രോഗ്രാം. വികാരങ്ങളെ കൃത്യമായിട്ട് അനുഭവിക്കാൻ പ്രാപ്തമാക്കുന്ന രീതിയിലേക്ക് മാറണം. കുറെ കുഴപ്പങ്ങളുണ്ട്, ഞാൻ ആരാണ് എന്നുള്ള ബോധ്യമാണ്. ആ കുറവുകളെല്ലാം അവിടെ അവശേഷിക്കുന്നുണ്ട്. അതിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണം ആ കുറവുകൾ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പറയണ പോലെ കുറച്ച് ദിവസം, ഓരോ ദിവസം കഴിയുന്തോറും പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ പറയും, പക്ഷെ പ്രോഗ്രാം എന്നിൽ പ്രവർത്തിക്കില്ല. മറ്റുള്ളവരിലെ പ്രോഗ്രാമിനെ കുറിച്ച് പറയേണ്ട വരും, എന്നിൽ പ്രവർത്തിക്കില്ല. അപ്പം എന്നിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പ്രവർത്തിപ്പിക്കാൻ തയ്യാറാകണം. എൻ്റെ കുറവുകളെ കൃത്യമായിട്ടുള്ള 5ാമത്തെ പടിയിലൂടെ തന്നെയാണ് എനിക്ക് മാറ്റാൻ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെ മറ്റുള്ളവരുടെ കയ്യിലായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തൽ. പരിപൂർണ സ്വാതന്ത്ര്യമാണ്. പരിപൂർണ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒന്നിൽ നിന്നും ആളുകളും മറ്റു സാഹചര്യങ്ങളും എന്നെ ഭയപ്പെടുത്താതെയും എന്നെ സ്പർശിക്കാതെയും ആകുന്ന ആ ഒരു രീതിയിലേക്കാണ് ഞാൻ ഈ പ്രോഗ്രാം പരിശീലിക്കേണ്ടത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ഓരോ ദിവസത്തെ പരിപാടിയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കണ്ടതിൽ നമുക്ക് ഒരുമിച്ചുകൊണ്ട് ഈ പറയുന്ന തത്വങ്ങളുടെ മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.